അബദ്ധത്തിലാണെങ്കിൽ കൂടി സ്വന്തം മണ്ണിൽ സ്വന്തം ജനങ്ങൾക്ക് മേലെ അമേരിക്ക അണുബോംബ് വർഷിച്ച കഥ കേട്ടിട്ടുണ്ടോ? 1961 ജനുവരി 24 നോർത്ത് കരോലിനയിലെ ഗോൾസ്ബോറോയിലാണ് സംഭവം. ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം. ഏതു നിമിഷവും ശത്രുവിന് നേരെ പ്രയോഗിക്കാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന രണ്ട് അണുബോംബുകളുമായി നോർത്ത് കരോലിനയുടെ ആകാശത്തുകൂടി പറക്കുന്ന ബോയിങ്ങിന്റെ B-52 ബോംബർ വിമാനം ഫ്യൂവൽ ലീക്കേജിനെ തുടർന്ന് ആകാശത്ത് വെച്ച് തന്നെ തീ പിടിച്ച് തകർന്നു പോകുന്നു. ജപ്പാനിൽ വർഷിച്ചതിനേക്കാളും 250 ഇരട്ടിയോളം പ്രകടശേഷിയുള്ള രണ്ട് അണുബോംബുകളും താഴേക്ക് പതിക്കുന്നു. അതിലൊന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ മണ്ണിൽ പൊതിഞ്ഞു പോകുന്നു. എന്നാൽ രണ്ടാമത്തെ അണുബോംബിന്റെ പാരച്യൂട്ട് പുറത്തേക്ക് വരികയും ശത്രുവിന് നേരെ എങ്ങനെയാണോ അത് ഉപയോഗിക്കപ്പെടുന്നത് അതേ രീതിയിൽ താഴേക്ക് പതിക്കുകയും 6 ഡിറ്റനേഷൻ സ്റ്റേജുകളിലെ 5 എണ്ണവും ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു. അവസാനത്തെ ഒരെണ്ണം ലോ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു സേഫ്റ്റി സ്വിച്ച് മാത്രം പ്രവർത്തിക്കുന്നില്ല. ഒരുപക്ഷെ ആ സേഫ്റ്റി സ്വിച്ച് അത് പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിന് അമേരിക്ക സാക്ഷിയാകുമായിരുന്നു. സ്വന്തം ജനങ്ങൾക്ക് മേലെ അണുബോംബ് വർഷിച്ചതിന്റെ നാണക്കേട് അമേരിക്കൻ പട്ടാളത്തിന് ഒരു തീരാ കളങ്കവുമാകുമായിരുന്നു. 2013 പുറത്തുവിട്ട ഒരു ഡീക്ലാസിഫൈഡ് ഗവൺമെന്റ് ഡോക്യുമെന്റിൽ നിന്നാണ് ഈ സംഭവത്തെ പറ്റി ലോകം അറിയുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.